ബിഗ് ബോസിന്റെ ഏറ്റവും വലിയ അപ്ഡേഷൻ പുറത്തു വന്നിരിക്കുന്നു. ബിഗ് ബോസിന്റെ ആദ്യ പ്രൊമോ പുറത്തു വന്നിരിക്കുന്നു. ഇത്തവണ ബിഗ് ബോസ് 8ാം സീസണിൽ ആരൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് ഏകദേശം രൂപം ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും ഇപ്പോൾ ഏകദേശം ആരൊക്കെയുണ്ട്, ഒരു 50% അല്ലെങ്കിൽ 60% പേർക്കും ഇപ്പോൾ അറിയാം ബിഗ് ബോസിൽ ആരൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന്. അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ബിഗ് ബോസിന്റെ ആദ്യത്തെ പ്രൊമോ പുറത്തു വന്നു. ഇനി അതിവേഗം കാര്യങ്ങൾ. ഓഡിഷൻ ഈ ആഴ്ച. സിനിമാ താരങ്ങൾ രണ്ടുപേരാണ് ഉണ്ടാവുക. തമിഴ് ബിഗ് ബോസിലെ ഒരാൾ ഇത്തവണ നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ് ബിഗ് ബോസിൽ നിന്നും ഒരാൾ വരുന്നു. കൊമണേഴ്സായി 4 പേരാണ് ഉണ്ടാവുക. പ്രാർത്ഥന സീരിയലിലെ നായികയും വിവരങ്ങൾ ആദ്യമായി പുറത്തു വന്നിരിക്കുകയാണ്. പ്രാർത്ഥന സീരിയലിലെ നായികയും ഇപ്പോൾ മലയാളം ബിഗ് ബോസിൽ 8ാം സീസണിൽ എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത്തവണ കൂടുതലും സിനിമാ സീരിയൽ താരങ്ങളായിരിക്കും ഉണ്ടാവുക എന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ സീരിയൽ താരങ്ങളായിരുന്നു ഏറ്റവും അധികം ഉണ്ടായിരുന്നത്. അതിനു മുൻപാണെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു വലിയ പട തന്നെയായിരുന്നു ബിഗ് ബോസിനെ നയിച്ചത്. എന്നാൽ ഇത്തവണ ഇതെല്ലാം മിക്സ് ചെയ്ത ഒരു കാറ്റഗറി ആയിരിക്കാം. കാരണം 4 കോമണേഴ്സ്, പിന്നെ തമിഴകത്ത് നിന്നും ഒരു താരം വരുന്നു. മാത്രമല്ല സിനിമയിൽ നിന്നും 2 പേർ, അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തോ വലിയൊരു സംഭവം തന്നെയാണ് ഇത്തവണത്തെ ബിഗ് ബോസ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിന്റെ 8ാം സീസൺ മലയാളത്തിൽ വരാനിരിക്കുകയാണ്. അതിന്റെ അണിയറ ഒരുക്കങ്ങളെല്ലാം തന്നെ തകൃതിയായി നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കോമണർ മത്സരാർത്ഥികളെ കുറിച്ചുകൊണ്ടുള്ള ഒരു പ്രൊമോ വീഡിയോ വൈറലായി മാറിയിരുന്നു. ഇതിൽ അഗ്നിപരീക്ഷയെക്കുറിച്ച് മോഹൻലാൽ പറയുന്നുണ്ട്. ബിഗ് ബോസ് എന്നും പ്രേക്ഷക പ്രീതി നേടിയ ഒരു ഷോയാണ്. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് സാബുമോനെയും പേളിമാണിയും ഒക്കെ തന്നെയായിരിക്കും. മലയാളത്തിൽ ബിഗ് ബോസിന്റെ ആദ്യ ഷോ എത്തിയപ്പോൾ തന്നെ ഇതെങ്ങനെയായിരിക്കും, പണ്ടത്തെ മലയാളി ഹൗസ് പോലെ ആയിരിക്കുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ മലയാളികൾക്ക്, പ്രേക്ഷകർക്കുണ്ടായിരുന്നു. എന്നാൽ ആ മലയാളി ഹൗസ് എന്ന് പറയുന്ന ഒരു രീതിയെ തന്നെ മാറ്റിക്കൊണ്ട് നല്ലൊരു രസകരമായ ഒരു പരീക്ഷണങ്ങളും ടാസ്കും അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര അടിപൊളിയായ ഒരു സംഭവം തന്നെയാണ് ബിഗ് ബോസ് നമുക്ക് മുന്നിലേക്ക് വന്നത്. മറ്റു ഭാഷകളിലെല്ലാം 10ഉം 12ഉം 20ഉം ഒക്കെ സീസണൊക്കെ ആയെങ്കിലും ഇപ്പോൾ മലയാളത്തിൽ 8ാം സീസണിലേക്ക് എത്തി നിൽക്കുന്നതേ ഉള്ളൂ ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ. എന്താണെങ്കിലും ഇന്നത്തെ അല്ലെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്ന സീസണിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന ചോദ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നവരൊക്കെ ഉറപ്പായും ബിഗ് ബോസിന്റെ 8ാം സീസണിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. സിദ്ധാർത്ഥ് ആണ് ആദ്യത്തെ ആൾ. തട്ടിയും മുട്ടിയും ഫെയിമാണ് സിദ്ധാർത്ഥ്. ഉപ്പുമുളകിലാണ് സിദ്ധാർത്ഥ് ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷത്തെ, അതായത് 2025ലും 26ലും ഒരുപാട് ഏറ്റവും കൂടുതൽ ശ്രദ്ധയാർജിച്ച ഒരു പേരാണ് സിദ്ധാർത്ഥിന്റേത്. അത് മറ്റൊന്നും കൊണ്ടല്ല, മദ്യപിച്ച് വഴിയിൽ വീണതിന്റെയും ഒരു അപകടമുണ്ടാക്കിയതിന്റെയും ഒരാൾക്ക് പരിക്കേറ്റതിന്റെയും പോലീസ് കേസായതിന്റെയും ഒക്കെ വലിയ കുറെ ചർച്ചകൾ സിദ്ധാർത്ഥിന്റെ പേരിലുണ്ടായിരുന്നു. കഴിഞ്ഞ ബിഗ് ബോസിൽ സിദ്ധാർത്ഥിന്റെ സഹോദരി മീനാക്ഷി എത്തുമെന്നൊരു അഭ്യൂഹമുണ്ടായിരുന്നെങ്കിലും മീനാക്ഷി വന്നില്ല. ഇത്തവണ സിദ്ധാർത്ഥ് പ്രഭുവിന്റെ പേര് ഉറപ്പിച്ചു പറയുകയാണ്. ആങ്കർ മീനാക്ഷി സുധീറാണ് രണ്ടാമത്തെ ആൾ. മീനാക്ഷി വിവാഹിതയായി ഇപ്പോൾ കുടുംബജീവിതം നയിച്ചു തുടങ്ങി. ആക്ട്രസ് കന്യയാണ് മൂന്നാമത്തെ ആൾ. ചന്ദനമഴ ഫെയിം കന്യയെ ആരും മറക്കാനിടയില്ല. സരയു മോഹനാണ് അടുത്തതായിട്ട് വരുന്നത്. സരയു മോഹൻ എത്തുന്നു എന്ന വാർത്തകൾ ഇതുവരെയും, സരയു മോഹന്റെ പേര് അധികം എവിടെയും വന്നിട്ടില്ല. എന്നാൽ സരയുവിന്റെ പേര് ഏകദേശം ഫിക്സ് ആയ ഒരു പേര് തന്നെയാണ്. ആതിര മാധവാണ് അടുത്തയാൾ. ആക്ടർ നന്ദു മറ്റൊരാളാണ്. ഇൻഫ്ലുവൻസർ ആൻഡ് സിന്ധു ആണ് ഈ പറയുന്നതിൽ ഒരു 7ാമത്തെ ആളായിട്ട് വരുന്നത്. കോമഡി ആക്ട്രസ് അഞ്ജന അപ്പുകുട്ടനും ഇത്തവണത്തെ ബിഗ് ബോസിൽ ഉണ്ടെന്ന് പറയുന്നു. സാനിഫ് അലിയും ദിവ്യ ശ്രീധറും നലീഫ് ജിയെയും സാജൻ സൂര്യയും ശ്രീലക്ഷ്മി അറക്കലും ഒക്കെ ഇത്തവണ ബിഗ് ബോസിൽ എത്താൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഏകദേശം ഒരു 80% ഉറപ്പിച്ച പേരുകൾ തന്നെയാണ്. ഇവരിൽ ഏകദേശം ഒരു 50% അല്ലെങ്കിൽ 80%-ഓളം ഈ പേരുകളിലുള്ളവർ ഉറപ്പായും കാണും. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ പോലും ബിഗ് ബോസിൽ നമ്മൾ പ്രതീക്ഷിച്ച ആളുകൾ എല്ലാവരും ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കൂടുതലും മിനി സ്ക്രീൻ ആളുകളെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സീസൺ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരു മിനി സ്ക്രീൻ സീസൺ എന്ന് പറയാൻ കാരണം അനുമോളാണ് കഴിഞ്ഞ പ്രാവശ്യം വിന്നറായത്. അനുമോളെ ചുറ്റിപ്പറ്റി നടന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം ചർച്ചയായതും ഒക്കെ. മിനി സ്ക്രീൻ താരമായ അനുമോളാണ്. ലേഡീസിൽ ആദ്യമായി അല്ലെങ്കിൽ രണ്ടാമതായിട്ട് വിൻ ചെയ്യുന്നത് അനുമോളാണ്. ബിഗ് ബോസിൽ ഇനി വരാൻ പോകുന്ന സീസൺ ഇതിലും കട്ടിയായിരിക്കും. ഒരു അഗ്നിപരീക്ഷയൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്.
എന്താണ് അഗ്നിപരീക്ഷ എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ വരുന്നുണ്ട്. ബിഗ് ബോസ് തെലുങ്ക് സീസൺ 9 ഈ ഷോ നടന്നിരുന്നു. എൻട്രികളിൽ നിന്നും 45 കോമണേഴ്സ് ആണ് ബിഗ് ബോസ് ഫ്ലോറിലെത്തിയത്. ഇതിൽ നിന്നും ജയിച്ചു കയറിയ 6 പേർ മെയിൻ സീസണിൽ എത്തുകയും അതിലൊരാളായ കല്യാൺ സീസൺ വിജയിയായി മാറുകയും ചെയ്തിരുന്നു. വിന്നേഴ്സ് ട്രോഫി സമ്മാനത്തുകയായി 35 ലക്ഷം രൂപ, സ്പോൺസർ ബോണസായി 5 ലക്ഷം രൂപ, ഒപ്പം ഒരു പുതിയ SUV കാറും കല്യാണിന് അന്ന് ലഭിച്ചിരുന്നു.